ഹലോ ഞാൻ സയസിരുന്നത് അപ്പോൾ പുതു തമിഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് തമ്പനയിൽ കണ്ട പോലെ നമ്മളിന്ന് ചെറിയൊരു കേരള വിഷൻ ബ്രോഡ്ബാൻഡ് റിവ്യൂ ആണ് പറയുന്നത്. അപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ കേരള വിഷൻ്റെ ബ്രോഡ്ബാൻഡ് എടുത്തിട്ട് 2 വർഷമാവാറായി. അതായത് ഇപ്പോൾ നമ്മൾ മാർച്ച് 20-നാണ് നമ്മൾ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് എടുത്തത് 2022. അപ്പോൾ 2024 മാർച്ച് 20 ആകുമ്പോൾ 2 കൊല്ലമായി നമ്മൾ കേരള വിഷൻ്റെ ബ്രോഡ്ബാൻഡ് എടുത്തിട്ട്. അപ്പോൾ അന്ന് നമ്മൾ എടുത്ത സമയത്ത്, അതായത് 2 കൊല്ലം മുമ്പ് നമ്മൾ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതായത് കേരള വിഷൻ്റെ ഏത് പ്ലാനാണ് എടുത്തത്, ബ്രോഡ്ബാൻഡ് എടുത്തത് ഏതാണ്, അതേപോലെ തന്നെ മോഡ് ഏതാണ് യൂസ് ചെയ്യുന്നത്, അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ്, അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ നമ്മൾ അന്ന് എടുത്ത സമയത്ത് തന്നെ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ കൃത്യം 2 കൊല്ലം ആവാറായി. അപ്പോൾ ഇത്ര നാൾ യൂസ് ചെയ്തിട്ട് കേരള വിഷൻ്റെ ബ്രോഡ്ബാൻഡ് റിവ്യൂ എങ്ങനെയുണ്ടെന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. പിന്നെ അതപ്പോൾ തന്നെ 1 വർഷമായപ്പോഴും നമ്മൾ ഈ റിവ്യൂ നമ്മൾ ഈ വീഡിയോ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ 2 വർഷത്തെ റിവ്യൂ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് നിങ്ങൾക്ക് ലൈവായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരും എത്രത്തോളം നെറ്റ് സ്പീഡ് കിട്ടുന്നുണ്ട്, അതേപോലെ തന്നെ എത്ര ദൂരം പോകുമ്പോൾ നെറ്റ് സ്പീഡ് കുറയുന്നുണ്ട്, അങ്ങനെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരും. ആ വീഡിയോയിൽ കിടക്കുമ്പോൾ ചാനൽ ആദ്യം കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അതിന് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞാൽ ഇപ്പോൾ ഏകദേശം 2 വർഷമാവാതെ നമുക്ക് കേരള വിഷൻ ബ്രോഡ്ബാൻഡ് എടുത്തിട്ട്. അപ്പോൾ ഇത്ര നാളുടെ യൂസേജിൽ എങ്ങനെയുണ്ട് ബ്രോഡ്ബാൻഡ് എന്ന് ചോദിച്ചാൽ, എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ബ്രോഡ്ബാൻഡ് ആയിട്ടാണ് തോന്നിയത്. അതായത് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതേപോലെ തന്നെ ആകെ നമുക്ക് ഈ അടുത്താണ് ജസ്റ്റ് ഇങ്ങനെ നെറ്റ് കിട്ടാണ്ട് എന്നിട്ട് നമുക്ക് അവരെ വിളിക്കേണ്ട വന്നിട്ടുള്ളത്. അതും അവർ വിളിച്ചപ്പോൾ തന്നെ വന്ന് അവർ പെട്ടെന്ന് ശരിയാക്കി തന്നു. പിന്നെ അതേപോലെ തന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. പിന്നെ നമ്മളെടുക്കുന്നത് നമ്മളെ നെറ്റ് സ്പീഡ് 40 MB/s പ്ലാനാണ് ഇപ്പോൾ കറൻറ്റിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് എത്രത്തോളം സ്പീഡ് കിട്ടുന്നതൊക്കെ ഞാൻ ലൈവായിട്ട് കാണിച്ചു തരാം. പിന്നെ അതേപോലെ തന്നെ എനിക്ക് ചെറിയൊരു ഇഷ്യൂ പോലെ തോന്നി, അതായത് ബ്രോഡ്ബാൻഡ് കേരള വിഷൻ്റെ ബ്രോഡ്ബാൻഡിൻ്റെ ആണെന്ന് അറിയില്ല, ബാക്കി ബ്രോഡ്ബാൻഡുകളിൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ ഈ ഒരു ബ്രോഡ്ബാൻഡ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എന്താ ഇഷ്യൂ എന്ന് വെച്ചാൽ, നമുക്ക് കുറച്ച് ദൂരം കൂടുമ്പോൾ നെറ്റ് സ്പീഡ് അത്യാവശ്യം കുറയുന്നുണ്ട്. അതായത് ഇപ്പോൾ എൻ്റെ വീട്ടിൽ താഴത്താണ് കേരള വിഷൻ്റെ ബ്രോഡ്ബാൻഡ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ള മുകളിലത്തെ റൂമിലാണ്. അപ്പോൾ മുകളിലത്തെ റൂമിൽ കേരള വിഷൻ്റെ ബ്രോഡ്ബാൻഡിനെ വെച്ച് നെറ്റ് എടുക്കുമ്പോൾ സ്പീഡ് അത്യാവശ്യം കുറവാണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ലൈവായിട്ട് കാണിച്ചു തരാം. പിന്നെ അതേപോലെ തന്നെ കസ്റ്റമർ കെയർ വേറെ സംഭവങ്ങൾ ഇഷ്യൂ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇൻസ്റ്റാളേഷനൊക്കെ നമുക്ക് അന്ന് ചെയ്തപ്പോൾ തന്നെ കറക്റ്റായിട്ട് അവർ ചെയ്തു തന്നു. കേരള വിഷൻ്റെ ഫൈബർ ബ്രോഡ്ബാൻഡ് അത്യാവശ്യം ഫാസ്റ്റാണ്. അതേപോലെ തന്നെ ഇനി ബാക്കി നെറ്റ് സ്പീഡും ബാക്കി സംഭവങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ അതേപോലെ തന്നെ ഞാൻ മെയിനായിട്ട് നെറ്റ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്, അങ്ങനെ നോർമലായിട്ടുള്ള യൂസുകളാണ് മെയിനായിട്ട് ചെയ്യാറുള്ളത്. പിന്നെ നമ്മുടെ യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അപ്ലോഡ് സ്പീഡൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ സ്പീഡ് എനിക്ക് കിട്ടുന്നുണ്ട്. ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഫാസ്റ്റായിട്ട് അപ്ലോഡ് ആയി കിട്ടുന്നുണ്ട്. അപ്ലോഡ് സ്പീഡും ഡൗൺലോഡ് സ്പീഡും ഒക്കെ ലൈവായിട്ട് ഞാൻ കാണിച്ചു തരാം. പിന്നെ അതേപോലെ തന്നെ ഗെയിമിങ് ഞാൻ അങ്ങനെ ചെയ്യാറില്ല, അതുകൊണ്ട് ഗെയിമിങ്ങിൻ്റെ കാര്യം എനിക്കത്ര അറിയില്ല. ഗെയിമിങ് നമ്മൾ ഈ നെറ്റ് യൂസ് ചെയ്ത് ഇങ്ങനെ സ്ട്രീമിങ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എനിക്കറിയില്ല. ബാക്കി നോർമൽ യൂസിനൊക്കെ അത്യാവശ്യം അടിപൊളിയാണ്. പിന്നെ അതുപോലെ വീഡിയോ അപ്ലോഡിങ് ഒക്കെ ഫാസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് ലൈവായിട്ടുള്ള അതിൻ്റെ നെറ്റ് സ്പീഡൊക്കെ എങ്ങനെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ മുകളിലത്തെ റൂമിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം സ്പീഡ് കിട്ടുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ വൈഫൈ നമ്മുടെ കേരള വിഷനിൽ ഇപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് യൂട്യൂബ് എടുക്കുകയാണ്. അപ്പോൾ യൂട്യൂബ് എടുക്കുമ്പോൾ ഈ ഒരു സ്പീഡിലാണ് ലോഡായി വരാം. അത്യാവശ്യം സ്പീഡ് കിട്ടും, പക്ഷേ നമ്മുടെ പ്ലാനിൻ്റെ അത്ര ആ ഒരു സ്പീഡ് കിട്ടില്ല. അതായത് നല്ല രീതിയിൽ ഫാസ്റ്റായിട്ട് ലോഡായി വരില്ല. അതിപ്പോൾ മുകളിലത്തെ റൂമിലായതാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ അത്യാവശ്യം ദൂരം കൂടുമ്പോൾ ഇതിൻ്റെ സ്പീഡ് കുറയും. താഴത്തൊക്കെ ആണെങ്കിൽ പെട്ടെന്നൊക്കെ ലോഡായിട്ട് വരും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ HD വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് പ്ലേ ആവുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് HD ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ 480pയിലാണ് പ്ലേ ആവുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ 1080p ഇടാണ്. അപ്പോൾ 1080p ഇടുമ്പോൾ ഇങ്ങനെ കുറച്ച് ലോഡിങ് വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞാൽ മുകളിലായതുകൊണ്ടാണ്. അപ്പോൾ അടിയിലൊക്കെ ആണെങ്കിൽ പെട്ടെന്നൊക്കെ പ്ലേ ആവും. 40 MB/s പ്ലാനാണെങ്കിൽ അതേ സ്പീഡ് നമുക്ക് താഴ്ത്ത് കിട്ടും. ചിലപ്പോൾ അതിലും കൂടുതലും കിട്ടാറുണ്ട്. 40, 41, 42 ഉണ്ടാവും. അപ്പോൾ ഇതേപോലെ ലോഡായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ 1080p വീഡിയോ ആണ് ഇപ്പോൾ പ്ലേ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതേ ഇടയിൽ ഇങ്ങനെ ചെറിയ ലോഡിങ് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇങ്ങനെ ദൂരം കൂടുമ്പോൾ ചെറിയുള്ള പ്രശ്നം ഇതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതേ വീഡിയോന് താഴത്ത് പോയിട്ട് പ്ലേ ചെയ്യുമ്പോൾ എങ്ങനെയാണ് വ്യത്യാസം എന്നൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ അതേ സെയിം വീഡിയോ തന്നെയാണ് ഇപ്പോൾ പ്ലേ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ താഴത്താണ് ഇരിക്കുന്നത്, അതായത് നമ്മുടെ വൈഫൈയുടെ തൊട്ടടുത്താണ്. അപ്പോൾ അധികം ദൂരമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല സ്മൂത്തായിട്ട് പ്ലേ ആവുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഫുൾ HDയിലാണ് വീഡിയോ പ്ലേ ആവുന്നത്. ഒരു തരി പോലും സ്റ്റക്കില്ലാണ്ട് നല്ല സ്മൂത്തായിട്ടാണ് പ്ലേ ആവുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് 4Kയിലും കൂടി ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. അതായത് 4Kയിൽ പ്ലേ ചെയ്യുമ്പോൾ വല്ല സ്റ്റക്കോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ ക്വാളിറ്റി ഇപ്പോൾ 4Kയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ 4Kയിലേക്ക് മാറ്റുന്ന സമയത്ത് ചെറിയൊരു ഇതുപോലെ ഇങ്ങനെ ലോഡിങ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ലോഡായതിനു ശേഷം നമുക്ക് ഇനി നമ്മുടെ വീഡിയോ പ്ലേ ആകുമ്പോൾ വല്ല സ്റ്റക്കൊക്കെ വരുന്നുണ്ടോ നോക്കി നോക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ വീഡിയോ പ്ലേ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ 4Kയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം.
അപ്പോൾ ഇത് നമ്മൾ പ്ലേ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ 4Kയിൽ പ്ലേ ചെയ്യുമ്പോൾ പോലും നമുക്ക് തീരെ സ്റ്റക്കില്ലാണ്ട് നല്ല സ്മൂത്തായിട്ട് പ്ലേ ആവുന്നുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദൂരം കൂടുമ്പോൾ മാത്രം നമുക്ക് ആ ഒരു പ്രശ്നമുള്ളൂ. അല്ലെങ്കിൽ അടുത്തൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ നല്ല ഫാസ്റ്റായിട്ട് നമ്മുടെ നെറ്റ് സ്പീഡായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അതായത് നിങ്ങളിപ്പോൾ 4K വീഡിയോ ആണ് പ്ലേ ആവുന്നത് കാണുന്നത്. ഒരു തരി സ്റ്റക്കില്ലാണ്ട് ഒരു ലാഗില്ലാണ്ട് നല്ല രീതിയിൽ സ്മൂത്തായിട്ട് നമുക്ക് 4K വീഡിയോ വരെ യൂട്യൂബിൽ പ്ലേ ചെയ്യാൻ പറ്റും നമ്മുടെ ഈ ഒരു നെറ്റ് കണക്ഷൻ വെച്ചിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ നെറ്റ് സ്പീഡ് ഒന്ന് ചെക്ക് ചെയ്ത് കാണിച്ചത്. അപ്പോൾ നമ്മളിപ്പോൾ സ്പീഡ് ടെസ്റ്റ് നമ്മുടെ ഊക്കലയുടെ വെബ്സൈറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് നിങ്ങൾക്ക് അടിയിൽ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഗോ അടിച്ച് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പോലെ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് 40 MB/s നെറ്റ് സ്പീഡുള്ള ഒരു പ്ലാനാണ്. അപ്പോൾ എത്രത്തോളം നെറ്റ് സ്പീഡ്, അതായത് ഡൗൺലോഡ് സ്പീഡ് അപ്ലോഡ് സ്പീഡ് എത്രത്തോളം കിട്ടുന്നുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചത് ഞാൻ. അപ്പോൾ അതായത് നിങ്ങൾക്കിപ്പോൾ നെറ്റ് സ്പീഡ് ഇപ്പോൾ 40-ൻ്റെയാണ് നേരത്തെ പറഞ്ഞാൽ 40 MB/s സ്പീഡ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം അത്ര തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. കൃത്യം 41 കിട്ടുന്നുണ്ട്. അതായത് 1 MB/s കൂടുതലാണ്. പിന്നെ അതേപോലെ തന്നെ അപ്ലോഡ് സ്പീഡും ഇപ്പോൾ ഏകദേശം 40-ലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഞാൻ ലാസ്റ്റായിട്ട് കാണിച്ചു തരാം. അപ്ലോഡ് സ്പീഡും ഏകദേശം 41 കിട്ടുന്നുണ്ട് നമുക്ക്. അപ്പോൾ അതേ അപ്ലോഡ് സ്പീഡും 41.11, അതായത് 1 MB/s കൂടുതലാണ്. അപ്പോൾ അത്രയും ഉണ്ടായാലും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ.